എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പശുവിനെ എന്തുകൊണ്ടാണ് ഗോമാതാവായി കാണുന്നത്. പശുവിനെ ഗോമാതാവായി വിശേഷിപ്പിച്ചാൽ നിത്യവും പശുവിറച്ചി മുഖ്യ ആഹാരമായി സ്വീകരിക്കുന്നവർക്ക് അത്ര ഇഷ്ടമാകാൻ ഇടയില്ല. സാത്വിക ലക്ഷണ പ്രതീകമായ പശുവിനെ കൊന്നു തിന്നുന്നതിൽ അതീവ താല്പര്യം കാണിക്കുന്നവരിൽ നിന്നും എങ്ങനെയാണ് നന്മ പ്രതീക്ഷിക്കാനാവുക? എങ്കിലും ഗോമാതാവ് എന്ന സങ്കല്പം ആദികാലം മുതൽ ഭാരതീയർക്കുണ്ടായിരുന്നു. പരിശുദ്ധിയുടെ പര്യായമായി ഗണിച്ചു പോരുന്ന പശുവിനെ മാതാവായി സങ്കല്പിക്കാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. പശുവിനെ പാൽ, ചാണകം, മൂത്രം മുതൽ പരിശുദ്ധിയുള്ളതായാണ് സങ്കല്പം. കൂടാതെ പശുവിനെ കണി കാണുന്നത് പോലും നന്മയായിട്ടാണ് മുൻ തലമുറ കണ്ടിരുന്നത്. ഗോപാലകൃഷ്ണൻ എന്നൊരു സങ്കല്പവും ഭാരതീയതയിലുണ്ട്. ഗോക്കളെ പാലിക്കുന്ന കൃഷ്ണനെ ഭക്തർക്ക് ഇഷ്ടമാണ്. സനാതന ഭാരതീയ സംസ്കാരത്തിൽ ഒട്ടും പിറകിലല്ല ഗോമാതാവ് എന്ന സങ്കല്പവും. അമൃത് പ്രദാനം ചെയ്യുന്ന അമ്മയെപ്പോലെ കരുണ ചൊരിയുന്ന ഗോമാതാവിനെ അല്ലെങ്കിൽ ഗോവിനെ മാതാവെന്ന് വിളിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഭാരതീയർ കാണിക്കുന്ന വിശുദ്ധി അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് പാശ്ചാത്യർ ചിലരെങ്കിലും സമ്മതിച്ചിട്ടുള്ളത്. മറ്റൊരു ജീവിയെ വൈശിഷ്ട്യത്തോടെയും വിശുദ്ധിയോടെയും കാണാൻ കഴിയുന്ന സംസ്കാരം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് വിദേശീയരുടെ ശക്തമായ വാദവും. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.